കണ്ണൂരിൽ സെക്യൂരിറ്റി ജീവനക്കാരനെ പൂട്ടിയിട്ട് ക്ഷേത്രത്തിൽ മോഷണം. ചാലാട് ശ്രീധർമ്മശാസ്ത്ര ക്ഷേത്രത്തിലാണ് മോഷണം നടന്നത്. ക്ഷേത്ര ഭണ്ഡാരങ്ങളും വഴിപാട് കൗണ്ടറും മോഷ്ടാവ് തകർത്തു. എന്നാൽ പൂട്ടിയിട്ട ഇടത്ത് നിന്ന് പുറത്തു കടന്ന സെക്യൂരിറ്റി ജീവനക്കാരനും മോഷ്ടാവും തമ്മിൽ ഏറ്റുമുട്ടൽ നടന്നു. ആ ഏറ്റുമുട്ടലിന്റെ CCTV ദൃശ്യങ്ങളടക്കം പുറത്തു വന്നിട്ടുണ്ട്. മോഷണ ശ്രമം പരാജയപ്പെടുത്തിയ സെക്യൂരിറ്റി ജീവനക്കാരൻ വൈഷ്ണവിനൊപ്പം കണ്ണൂരിൽ നിന്ന് മിഥുൻ പിള്ള തയ്യാറാക്കിയ റിപ്പോർട്ട് കാണാം. മോഷണ ശ്രമം നടന്ന കണ്ണൂർ ചാലാട് ശ്രീധർമ്മശാസ്ത്ര ക്ഷേത്രത്തിലാണ് നമ്മളിപ്പോൾ ഉള്ളത്. ഈ മോഷ്ടാവിനെ പ്രതിരോധിക്കുകയും മോഷണ ശ്രമത്തെ ചെറുക്കുകയും ചെയ്ത സെക്യൂരിറ്റി ജീവനക്കാരൻ വൈഷ്ണവ് നമ്മോടൊപ്പം ഉണ്ട്. വൈഷ്ണവ്, ഇന്ന് രാവിലെ എന്താണ് സംഭവിച്ചത്? 2 to 3 ആണ് സംഭവം നടന്നത്. അവർ ഫ്രണ്ട് വഴി ഇത് പൊളിച്ച് കയറി. അപ്പോൾ ഞാൻ അപ്പുറത്ത് വശത്തെ റൂമിൽ റെസ്റ്റ് ചെയ്യുന്നുണ്ടായത്. ഇവർ വന്ന് പുറത്തുനിന്ന് പണ്ടത്തെ അമ്പലമല്ലേ, അതിൻ്റെ ഓടാമ്പൽ കൂട്ടി എന്നിട്ട് അവർ ബാക്കി അവരെ പരിപാടി തുടങ്ങി. ചെറിയ ഒച്ച കേട്ട് ഏകദേശം അറിഞ്ഞു. എന്നിട്ട് ഞാൻ തുറക്കാൻ നോക്കുമ്പോൾ ഇതിൽ ഓക്കെ ആയിരുന്നു. കുറച്ച് കളി കളിച്ചു വലിച്ച് തുറന്നു. അപ്പോഴത്തേക്ക് അവർ ഫ്രണ്ടിൽ ഏകദേശം ചെയ്തിനായിരുന്നു. എന്നിട്ട് ബാക്ക് വശത്തേക്ക് പോയത്. അപ്പോൾ ഞാനിത് കണ്ടപാട് ആ വെപ്രാളത്തിൽ തന്നെ ഞാൻ ബാക്കിലോട്ട് ഓടി. അപ്പോൾ എവിടെയും കയറ്റി കിട്ടുമല്ല. ബാക്കിയും കുറേ വണ്ണാരുണ്ട്. ശ്രീകോവിലിൻ്റെ ഉള്ളിൽ കയറി, അതും വലിയ ഇതല്ല. അപ്പോൾ ബാക്കിലോട്ട് ഓടുമ്പോഴത്തേക്ക് കറക്റ്റ് അവർ അവിടെ നിന്നിട്ട് വണ്ണാരെ തുറക്കാൻ നോക്കുന്നുണ്ട്. തുറന്നിട്ട് പൂർണ്ണമായിട്ടും തുറന്നിട്ടില്ല. അതിൻ്റെ ശ്രമം നടത്തിക്കൊണ്ടിരിക്കുമ്പോൾ പിന്നെ അപ്പോൾ തന്നെ ഞാൻ ഓടിക്കേറി അയാളെ മെത്ത് വീണു. പിന്നെ അവിടെ ചെറിയ സംഘടന നടന്നു. പിക്കാസെല്ലാം ഉണ്ടായിരുന്നു. എന്തോ ഭയം കൊണ്ട് കുത്ത് കിട്ടിയിട്ട് ആദ്യത്തെ 2 പ്രാവശ്യം തടഞ്ഞിനായിരുന്നു. പിന്നെ അയാൾ വീശു ചെയ്തിട്ടില്ല. പിന്നെ കുത്തിയിട്ട് അങ്ങനെ ചെയ്തിട്ടില്ല. പിന്നെ എൻ്റെ അവിടെ കയറി പിടിക്കുകയെല്ലാം ചെയ്തിന്. അയാളുടെ കയ്യിൽ മാരകായുധങ്ങൾ പിക്കമാണ് മെയിനായിട്ടുണ്ടായത്. പിന്നെ കുറച്ച് ചെറിയ ടൂൾസ് എല്ലാം ഉണ്ടായത്. വേറൊന്നും ഉണ്ടായില്ല. ഉള്ളിൽ കയറിയിട്ട് ഈ മറ്റേ വഴിപാട് റൂമിൻ്റെ ഉള്ളിലെല്ലാം അതെ, അത് തുറന്നതായിരുന്നു. അത് ഇപ്പുറം തന്നെയായിരുന്നു. അത് തുറന്ന ഈ പിക്കം കൊണ്ട് കുത്തി തുറന്നതായിരുന്നു. അവിടുന്ന് കുറച്ച് പൈസ പോയിന്. അത് ക്ലർക്കിന് വന്നാലേ കറക്റ്റ് കണക്കറിയാൻ പറ്റുള്ളൂ. അവർ അമ്പലത്തിൻ്റെ ചെറിയ ആവശ്യത്തിന് വേണ്ടിയിട്ട് ദൂരെ പോയിട്ടില്ല. സംഘടന ഉണ്ടായ ആ സമയത്ത് തന്നെ ഇയാൾ ഓടി രക്ഷപ്പെട്ടു. അത് ഇത് നടന്നുകൊണ്ട് വന്നിട്ട് കുറച്ച് പിന്നെ ഞാൻ ആ ബാക്ക് വശത്ത് വെളിച്ചാണ്. അവിടെ പിന്നെ ഗേറ്റിൻ്റെ പണി പൂർണ്ണമായിട്ട് നടക്കാത്തത് കൊണ്ട് അവിടെ ചെറുങ്ങനെ തുറന്നിട്ടുണ്ട്. അപ്പോൾ ആ വഴി അയാൾ രക്ഷപ്പെടേണ്ട വിചാരിച്ച് ഞാൻ ഇങ്ങോട്ടേക്ക് വരുത്താൻ വേണ്ടിയിട്ട് അയാളെ മാക്സിമം ചെയ്യാൻ വേണ്ടി നോക്കുന്നുണ്ടായത്. അപ്പോഴത്തേക്ക് അയാൾ മയിലോട്ട് അങ്ങോട്ടേക്ക് പോകാൻ നോക്കി. അന്നേരം ഞാൻ ടോർച്ച് കൊണ്ട് ഒരു അടി കൊടുത്തു അയാൾക്ക്. അന്നേരം അത് കൊണ്ടപ്പോൾ അയാൾക്ക് നല്ല പറ്റിയെന്ന് തോന്നുന്നു. അയാൾ ഏകദേശം മതിലിൻ്റെ സൈഡിലാണ് ഉണ്ടായത്. അന്നേരം അയാളെ സൈഡിലോട്ട് വീണു. കുറച്ച് സമയം ഇതാക്കി തലവേദന വീണതിന് ശേഷം അയാൾ തന്നെ എണീച്ച് പെട്ടെന്ന് ഒച്ചപ്പാട് മീൻസ് വേദന എടുക്കുന്നത് പറഞ്ഞിട്ട് അപ്പാടെ ഒറ്റ ഓടി വെച്ചു. പിന്നെ അയാളെ കണ്ടിട്ടില്ല. അപ്പാടെ ഞാൻ നമ്മുടെ സന്തോഷേട്ടൻ അമ്പലത്തിൻ്റെ ഒരാളാണ്. അവരെ വിളിച്ചു. അപ്പോൾ അവരെ പറഞ്ഞു 112 സ്റ്റേഷനിലേക്ക് വിളിക്കാൻ വേണ്ടി പറഞ്ഞു. അപ്പാട് വിളിച്ചു. കൺട്രോൾ റൂം വന്നല്ലോ. അവർ പോലീസിനെ ബന്ധപ്പെട്ടു. അവർ വന്നു. പിന്നെ 2 സാറുമാരുണ്ടായിരുന്നു. അവരുമായിട്ട് സംസാരിച്ച് അവർ ഫസ്റ്റ് എൻക്വയറി നടത്തിയപാട് അവർ വണ്ടി എടുത്തിട്ട് ബാക്കോട്ടേക്കെല്ലാം വിട്ടനായിരുന്നു. അവർ ഇവിടെ തപ്പിയിട്ട്. പിന്നെ അതിന് ശേഷം നമ്മളെ ഓഫീസറിലെത്തി. ഓഫീസർ കുറച്ച് ദൂരമില്ല. അപ്പോൾ അവർ രാവിലെ എത്തി. അവർ വന്നിട്ട് ഇവിടെ സ്റ്റേഷനിൽ പോയി, ടൗൺ സ്റ്റേഷനിൽ പോയി പരാതിയെല്ലാം കൊടുത്തു. അവിടുന്ന് ASPയും SIയും അങ്ങനെ അവരെല്ലാം വന്ന്. വലിയൊരു മോഷണ ശ്രമമാണ്. അതെ, വലുത് തന്നെയാണ്. കുറച്ചും കൂടി ലേറ്റ് ആയെങ്കിൽ ചിലപ്പോൾ വലിയൊരു ശ്രമം തന്നെ, വലിയൊരു ഇത് തന്നെ നടക്കും. അതെ, കടന്നില്ലെങ്കിൽ അത് വലിയൊരു ഇത് തന്നെയായിരിക്കും. ഭക്തജനങ്ങൾക്കായാലും അതൊരു വലിയ ഇത് സംഭവിക്കുക. എന്തോ ഭയം കൊണ്ട് അതൊന്നും സംഭവിച്ചില്ല, രക്ഷപ്പെട്ടു എന്ന് പറയാം. അതെ, ഏതായാലും കൃത്യമായി അദ്ദേഹത്തിൻ്റെ ഒരു മോഷണ ശ്രമം പരാജയപ്പെടുത്തിയ സെക്യൂരിറ്റി ജീവനക്കാരൻ്റെ വാക്കുകളാണ് നമ്മളിപ്പോൾ കേട്ടത്. ഏതായാലും വലിയൊരു മോഷണ ശ്രമം തന്നെയാണ് അദ്ദേഹം പരാജയപ്പെടുത്തിയത്. കെ സുബിത്തിനൊപ്പം മിഥുൻ പിള്ള, ജനം, കണ്ണൂർ.